ഹലോ നമസ്കാരം ഫ്രണ്ട്സ്. ഞാനിന്ന് എൻ്റെ ഒരു സ്ക്രീനറിൽ ഒരു സ്റ്റോക്ക് തടഞ്ഞിരിക്കുന്നത് ഈ JK പേപ്പേഴ്സിൻ്റെയാണ്. ഞാൻ ജസ്റ്റ് അവരുടെ ഒന്ന് ചാർട്ട് ഒന്ന് എൻ്റെ ഒരു പേഴ്സണൽ വ്യൂവും കാര്യങ്ങളും പറയാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ ഇന്നത്തെ ഈ വീഡിയോ. നേരെ നമ്മൾ ചാർട്ടിലേക്ക് പോവുകയാണെങ്കിൽ ഇത് ഞാൻ ജസ്റ്റ് ചെയ്ത വർക്കിംഗ് ആണ്. ഞാനത് മൊത്തം കളയുകയാണ്. നമുക്കൊന്നേന്ന് തുടങ്ങാം. അതായത് ഇപ്പോൾ എടുത്തിരിക്കുന്നത് വീക്ക്ലി ചാർട്ടിലേക്കാണ് ഇപ്പോൾ മാറ്റിയിരിക്കുന്നത്. വീക്ക്ലി ചാർട്ട് നമ്മൾ നോക്കുകയാണ് എങ്കിൽ 2020 ശേഷം, അതായത് കോവിഡിന് ശേഷം ആദ്യം മുതൽ ഇത് അത്യാവശ്യം നല്ല ഓവറോൾ ഒരു ഗ്രോത്തിൽ വന്ന സ്റ്റോക്കാണ്. ലിസ്റ്റ് ചെയ്തതിന് ശേഷം അത് നേരെ താഴേക്ക് വന്നിട്ട് 2009 സമയത്താണ് നേരെ താഴെ വന്നത്. അതിനുശേഷം ഓവറോൾ ഒരു ഗ്രോത്തിലാണ് ഈ സ്റ്റോക്ക് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് ഇപ്പം ഗ്രോത്ത് ആണ്. പക്ഷേ എങ്കിൽ പോലും ഇത് 2020 കോവിഡ് ടൈമിൽ വന്ന ആ ഒരു ഇടിവ് മാത്രമാണ് ഒരു ഇടിവെന്ന രീതിയിൽ ഈ ഒരു സ്റ്റോക്കിൽ പറയാനുള്ളൂ. ബാക്കിയുള്ള എല്ലാ സമയങ്ങളിലും അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഗ്രോത്ത് തന്നെ ഉണ്ടായിട്ടുണ്ട്. അപ്പം നമുക്ക് ഒരു ഷോർട്ട് സ്വിങ്ങിലേക്ക് അല്ല എങ്കിൽ ഒരു മീഡിയം ടേം ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ മീഡിയം ടേം ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് നമ്മൾ നോക്കാൻ നേരത്ത് ഇത് 2020 ശേഷം വലിയ ഡേറ്റയിലൊന്നും പോകണമെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ ഞാൻ സാധാരണ എടുക്കാൻ നേരത്ത് 2020 മുകളിലുള്ള ഡേറ്റയിലേക്ക് അധികം ഞാനങ്ങനെ നോക്കാറില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ഷോർട്ട് പീരീഡിലേക്കാണ് നോക്കുന്നതുകൊണ്ട് പൊതുവെ അങ്ങനെ ചെയ്യാറുള്ളത്. അപ്പോൾ എന്തായാലും നമ്മൾ 2020 ആ കോവിഡ് ടൈമിലുള്ള വെച്ച് നോക്കുകയാണെങ്കിൽ ഓവറോൾ ഒരു ഗ്രോത്തിലാണ് നിൽക്കുന്നത്. സോ നമ്മൾ ഇന്നത്തെ ഈ സ്റ്റോക്കിൻ്റെ ഒരു പെർഫോമൻസും കാര്യങ്ങളും നമ്മൾ ജസ്റ്റ് ഈ വീഡിയോയിൽ ഞാനൊന്ന് എൻ്റെ ഒരു പേഴ്സണൽ അനാലിസിസ് എന്ന രീതിയിൽ ചെയ്യാൻ പോകുന്നത്. അതായത് ഈ സ്റ്റോക്ക് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. നമ്മൾ ഈ ഒരു ടൈമിൽ, അതായത് 2022 ശേഷം ഏകദേശം ഒരു സൈഡ് വേ അല്ലെങ്കിൽ ഒരു കൺസോൾട്ടേഷൻ ഫേസിലായിരുന്നു ഈ സ്റ്റോക്ക്. അതിനുശേഷം 2023 മുതലാണ് ചെറിയൊരു അനക്കം വെച്ച് 2024 ഏപ്രിൽ 1 ചെറിയൊരു അനക്കം വെച്ച് മുകളിലേക്ക് കയറിപ്പോയി. എന്നാൽ ഇത് ജൂലൈ ആയപ്പോഴത്തേക്കും അവിടുന്ന് നേരെ സ്റ്റോക്ക് താഴേക്ക് ഇറങ്ങിയതിന് ശേഷം ഇപ്പോൾ ഒരു ചെറിയ ഒരു അനക്കം അത്യാവശ്യം നല്ലത് വെച്ച് തുടങ്ങി. എനിക്ക് തോന്നുന്നു മിക്കവാറും ഇവിടെ നിന്ന് നേരെ മുകളിലേക്ക് 2024 ജൂലൈ മാസത്തിൽ ഉണ്ടായൊരു ഹൈയെ ബ്രേക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ആ ഒരു ലെവലിലേക്ക് സ്റ്റോക്ക് വീണ്ടും കയറി വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ വരാൻ നേരം നമ്മൾ ജസ്റ്റ് നമ്മളുടെ വീക്ക്ലി ചാർട്ട് ഞാനൊന്ന് ജസ്റ്റ് കാര്യങ്ങളൊന്ന് അനലൈസ് ചെയ്യാൻ പോവുകയാണ്. നമുക്കിവിടെ ഒരു സോൺ ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഇവിടുന്ന് ഒരു നല്ല ഒരു സപ്പോർട്ട് നമുക്ക് ഈ ഒരു ഭാഗത്തുനിന്ന് നമുക്ക് വരുന്നുണ്ട്. അപ്പം ഇവിടുന്ന് വന്നു കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കൃത്യമായിട്ട് മനസ്സിലാവും ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് അത്യാവശ്യം ഒരു മേജർ ഒരു ഏരിയ തന്നെയാണ്. കാരണം ഇത്രയും റിവേഴ്സൽ ഇവിടെ നടക്കുന്നുണ്ട്. സോ പ്രൈസ് ഈ ഭാഗങ്ങളിലെല്ലാം കൃത്യമായിട്ട് റെസ്പെക്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്ത് നമുക്കൊരു മേജർ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ മേജർ സപ്പോർട്ട് എന്ന രീതിയിൽ നമുക്ക് കൺസിഡർ ചെയ്യാം. ഇവിടെ ഒരു റെസിസ്റ്റൻസ് അവിടെ വന്ന് നേരെ അടിച്ച് തിരിഞ്ഞു. ഇവിടെ വന്ന് പ്രൈസ് നേരെ റിവേഴ്സ്ഡ് ആയി. ഇവിടെ വന്ന് നേരെ തിരിഞ്ഞു. അതിനുശേഷം ഈ ഒരു ക്യാൻഡിൽ നല്ലൊരു മൊമെൻറ്റം ക്യാൻഡിലാണ് വന്നിരിക്കുന്നത്. ഇവിടുത്തെ വോളിയം കൂടെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നല്ലൊരു വോളിയം തന്നിട്ടാണ് ഇതിനെ ബ്രേക്ക് ചെയ്ത് നേരെ മുകളിൽ പോയി. ഇവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അവിടെ നേരെ റിവേഴ്സലായി നേരെ താഴെ വന്നതിന് ശേഷം ഇപ്പോൾ, അതായത് 2024 ജൂലൈക്ക് ശേഷം ഒരു മീഡിയം വോളിയത്തിന് മുകളിൽ വോളിയം തന്നിരിക്കുന്നത് ഈ കഴിഞ്ഞ വീക്കിലാണ്. ഞാനിപ്പോൾ വീക്കിലി ചാർട്ട് എടുത്തിരിക്കുന്നത് ഈ കഴിഞ്ഞ വീക്കിലാണ്. സോ അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു ഭാഗത്ത് അത്യാവശ്യം നല്ല പ്രതീക്ഷയുണ്ട്. അതായത് ഇപ്പോൾ ഈ വന്നിരിക്കുന്ന ഈ ഒരു ഭാഗത്ത് എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട്. ഇനിയും തിരിച്ച് ഈ ഒരു ലെവലിലേക്ക് തിരിച്ച് കയറുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് തോന്നാൻ വേണ്ടി രണ്ട് കാര്യമുണ്ട്. ഒന്ന് ഞാൻ മുമ്പേ കാണിച്ചു തന്നു. ഇവിടെ അത്യാവശ്യം ഒരു സപ്പോർട്ട് ഏരിയയിലാണ് നിൽക്കുന്നത്. പിന്നെ നമ്മൾ ട്രെൻഡ് ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ട്രെൻഡ് ലൈനിൻ്റെ ഒരു സപ്പോർട്ട് അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. കൂടാതെ വോളിയത്തിൻ്റെ ഒരു സപ്പോർട്ട് ഇവിടെ വരാൻ നേരത്ത് അത്യാവശ്യം നമുക്ക് വോളിയം കാണിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു അടുത്ത ഒരു റെസിസ്റ്റൻസ് നമുക്ക് വരാൻ സാധ്യതയുള്ളത് ഈ ഒരു മേഖലയാണ്. പക്ഷെ ഇവിടെയാണ് റിവേഴ്സൽ ഫൈനലായിട്ട് വരേണ്ടെങ്കിൽ പോലും നമ്മൾ കാൽക്കുലേഷൻ എടുക്കാൻ നേരത്ത് ഫൈനൽ റിവേഴ്സൽ ഉണ്ടാകുന്നതിന് ഒരു കുറച്ച് പോയിന്റ് താഴ്ത്തിയിട്ടാണ് നമ്മൾ റിവേഴ്സൽ പോയിന്റ് അല്ലെങ്കിൽ നമ്മളുടെ എൻട്രി അല്ലെങ്കിൽ എക്സിറ്റ് പോയിന്റ് ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത്. ഇവിടുത്തെ സാഹചര്യത്തിൽ നോക്കാൻ നേരത്ത് ഫൈനൽ റിവേഴ്സൽ ഉണ്ടാകാൻ സാധ്യതയുള്ള പോയിന്റിന് ഒരു അല്പം താഴേക്ക് ഇറക്കിയിട്ടാണ് ഞാൻ എൻ്റെ ടാർഗറ്റ് നോക്കാൻ പോകുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങ് വരെ പോയില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് ഹിറ്റ് ചെയ്യാതെ നേരെ
തിരിച്ചിറങ്ങിയെന്നും വരും. സോ നമ്മൾ എപ്പോഴും നമ്മുടെ ടാർഗറ്റ് ഇപ്പോൾ 10 എങ്കിൽ നമ്മളൊരു SL ഇടണ്ട, അല്ലെങ്കിൽ മീൻസ് ടാർഗറ്റ് നമുക്ക് മീൻസ് 10 നമ്മളുടെ ഒരു എക്സിറ്റ് പോയിൻ്റായിട്ട് നമ്മൾ കണക്കാക്കിയതെങ്കിൽ നമ്മൾ എക്സിറ്റ് എടുക്കേണ്ടത്, അതായത് പ്രാക്ടിക്കലി നമ്മൾ എക്സിറ്റ് എടുക്കേണ്ടത് ഒരു 8 വെച്ച് നമ്മൾ എക്സിറ്റ് എടുക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 10 നമ്മുടെ ടാർഗറ്റ് പോയിൻ്റ് ആണെങ്കിൽ പോലും ഈ 10 എപ്പോഴും നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഹിറ്റാകും എന്ന് പ്രതീക്ഷിച്ചിരുന്നതിന് ചിലപ്പോൾ അത് ഉണ്ടാകുന്ന വരത്തില്ല. സോ നമ്മൾ 2 പോയിൻ്റ് 1-2 പോയിൻ്റ് താഴേക്ക് ഇറക്കി ഇടുന്നതായിരിക്കും ഏറ്റവും സേഫ്. സോ ഞാൻ ഈ ഒരു പോയിന്റിൽ, രണ്ടാമത് കാണിച്ചിരിക്കുന്ന ഈ ഒരു പോയിന്റിലാണ് ഞാൻ എക്സിറ്റ് പോയിൻ്റായിട്ട് കണക്കാക്കിയതെങ്കിൽ പോലും പ്രൈസ് ഇപ്പോൾ നിൽക്കുന്ന ആ മേഖലയിൽ നിന്ന് ഏകദേശം എനിക്ക് 22% ഗ്രോത്ത് നിലവിൽ എനിക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. ഞാൻ സാധ്യതയാണ് പറയുന്നത്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമുക്കിത് സ്റ്റോക്ക് മാർക്കറ്റിൽ സാധ്യത മാത്രമേ പറയാൻ സാധിക്കൂ. സോ എനിക്ക് ഇവിടെ നിന്ന് നല്ലൊരു 22% ഗ്രോത്ത് ഇവിടെ നിന്ന് എനിക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം വീക്ക്ലി ചാർട്ടിന്. അതോടൊപ്പം തന്നെ ഞാനിപ്പം ഒരു ട്രെൻഡ് ലൈൻ സപ്പോർട്ട് വരച്ചു. അതുപോലെ തന്നെ ഞാൻ ഇവിടെ തിരിച്ചൊരു ട്രെൻഡ് ലൈനോട് വരയ്ക്കാൻ ശ്രമിക്കുകയാണ് എങ്കിൽ അതായത് നമുക്ക് ഇങ്ങനെ ഒരു ട്രയാങ്കുലർ പാറ്റേൺ പോലെ നമുക്ക് ഇങ്ങനെ ഒരു ട്രെൻഡ് ലൈൻ നമുക്ക് വരയ്ക്കാം. അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് ഏകദേശം നല്ലൊരു കൃത്യമായിട്ടൊരു ബ്രേക്ക് ഔട്ടാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇതിനെ നമ്മൾ ഒന്നുകൂടെയും ഒന്ന് മാച്ച് ചെയ്യിപ്പിച്ചെടുക്കുകയാണെങ്കിൽ ഇതാ ഇങ്ങനെ വരും. സോ അത്യാവശ്യം നല്ല വോളിയമുണ്ട്. ജൂലൈ 2024 ജൂലൈ 1 വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു മീഡിയം റേഞ്ചിന് മുകളിൽ നമുക്ക് നല്ല വോളിയം ഈ ഒരു ലാസ്റ്റ് വീക്കിൽ കിട്ടിയിട്ടുണ്ട്. ട്രെൻഡ് ലൈനിൻ്റെ സപ്പോർട്ടുണ്ട്, വേറൊരു ട്രെൻഡ് ലൈനിൻ്റെ റെസിസ്റ്റൻസിനെ ഓൾറെഡി ബ്രേക്ക് ചെയ്തു. അത്യാവശ്യം നല്ല ഒരു പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗ്രോത്ത് നമുക്ക് പ്രൊജക്ഷൻ നമുക്കവിടെ കിട്ടുകയും ചെയ്യും. സോ നമുക്ക് ഈ ഒരു സ്റ്റോക്ക് നിങ്ങൾ കോൺഫിഡൻ്റ് ആണെങ്കിൽ നമുക്ക് എൻട്രി നോക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ എൻ്റെ ഇവിടെ ഓൾറെഡി എൻട്രി ട്രിഗർ ആയിരിക്കുകയാണ്. എനിക്ക് 2-3 റീസൺ അതിനകത്തുള്ളത്. ഒരു റീസൺ ഈ പറഞ്ഞ ഈ വോളിയത്തിൻ്റെ ഒരു സപ്പോർട്ടുണ്ട്, അതൊരു റീസൺ. രണ്ടാമത്തെ ട്രെൻഡ് ലൈനിൻ്റെ സപ്പോർട്ടുണ്ട്, അത് രണ്ടാമത്തെ റീസൺ. മൂന്നാമത്തെ ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസ് ഇത് ബ്രേക്ക് ചെയ്തു. അങ്ങനെ 3 റീസണാണ് എനിക്ക് ഈ ഒരു ട്രേഡിനകത്തുള്ളത്. അപ്പോൾ നിങ്ങളുടെ ട്രേഡിംഗ് സെറ്റപ്പുമായിട്ട് വെച്ച് മാച്ച് ചെയ്യിപ്പിക്കാൻ പറ്റുമെങ്കിൽ നോക്കുക, അതിനുശേഷം തീരുമാനിക്കുക. ഓക്കെ ദെൻ, താങ്ക് യു.